ശ്രീലകത്ത് നമ്മുടെ ഭഗവാനാണെങ്കിലോ ഒരു കുറുമ്പൻ, ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ. ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഭഗവാൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു ഉണ്ണിയാണല്ലോ, നല്ല കുറുമ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ കുറുമ്പ കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? പട്ടുകോണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒത്തിരി രീതിയിലൊന്നല്ല, അതിൻ്റെ വാലിങ്ങനെ പുറകിലോട്ട് കിടക്കുന്നുണ്ട്. ചുവന്ന രീതിയിൽ ആ പുറകിൽ കാണാം. അപ്പോൾ അത് അഴിഞ്ഞു പോയിരിക്കുകയാണല്ലോ. അപ്പോൾ യശോദാമ്മയാണ് ഭഗവാനെ വെണ്ണക്കുടം കൊണ്ടുവന്ന് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അഴിഞ്ഞു പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് എവിടെന്നോ മോഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഓടി വരുന്ന ഓട്ടത്തിൽ അഴിഞ്ഞു പോയത് ആയിരിക്കാനേ വഴിയുള്ളൂ. അതാണ് ഞാൻ കുറുമ്പനാന്ന് പറഞ്ഞത് കേട്ടോ. ഈ വെണ്ണയൊക്കെ ഗോപികമാരുടെ അടുത്ത് നിന്നായിരിക്കുമല്ലോ മോഷ്ടിച്ചു കൊണ്ടുവരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഭഗവാൻ മോഷ്ടിക്കുന്നത് വെണ്ണയല്ല, വെണ്ണയാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെയാണ് ഭഗവാൻ മോഷ്ടിക്കുന്നത്. ഗോപികമാരങ്ങനെ പറയാ, രാധാദേവിയൊക്കെ അങ്ങനെ പറയാ. അവരുടെ ഹൃദയങ്ങളെ ഭഗവാൻ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയങ്ങളെ ഭഗവാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകണേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. അപ്പൊ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത ഇതെല്ലാം ഭഗവാന്റെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നല്ലതേ വരുള്ളൂ, നല്ലതേ നമ്മൾ ചിന്തിക്കുള്ളൂ, നല്ലതേ നമുക്ക് കാണാനും പറയാനും ഒക്കെ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സ് അത് ഭഗവാനിലാണ് ഏൽപ്പിക്കേണ്ടത്. അതാണ് ഭഗവാൻ വെണ്ണക്കുടം എടുത്തുകൊണ്ട് പോകുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയങ്ങളെയും ഒക്കെ ഭഗവാൻ കൊണ്ടുപോകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരം കാണാനായിട്ട്. 4 തിരുമുടി മാലകളാണ് ഭഗവാൻ ഇന്നലെ ഉണ്ടായിരുന്നത്. അതിൽ 3 ഒരുപോലെയായിരുന്നു, 2 ഒരുപോലെ. അതായത് 3 നിറം ഉണ്ടായിരുന്നു കേട്ടോ. തെച്ചി, തുളസി, നന്ദിറവട്ടം, അത് 2 ഒരുപോലെ. പിന്നെ മുഴുവനായിട്ട് തെച്ചി, പിന്നെ ആദ്യത്തെ പോലെ തന്നെ വേറൊരു തിരുമുടിമാല. അങ്ങനെ 4 തിരുമുടിമാല. 2 ഉണ്ടമാലയുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചി തുളസി, തെച്ചി തുളസി അങ്ങനെ കോർത്തിരിക്കുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയുടെ ഇതളാണ് കേട്ടോ. ഇനി താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. ഇതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഗോപീതിലകമൊക്കെ ഉണ്ട് കേട്ടോ നെറ്റിയിൽ. കാതിലും ഇന്നലെ ഗോപീതിലകങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ആ കൂർത്ത ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളും അരയിലേക്ക് ഇങ്ങനെയും പിന്നെ കാൽത്തലയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു തിളക്കം ആ സ്വർണത്തിന്റെ അങ്ങനെ കാണുന്നുണ്ട്. ഭഗവാൻ ഇരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. കയ്യിൽ വെണ്ണക്കുടം ഉണ്ട്. ഈ വലത്തേ കൈ കൊണ്ടാണ് വെണ്ണക്കുടം പിടിച്ചിരിക്കുന്നത്, ഇടത്തേ കൈ കൊണ്ടാണ് വെണ്ണ ഉണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇതിങ്ങനെ മോഷ്ടിച്ചൊരു വെപ്രാളത്തിൽ ഓടി വരില്ലേ, വന്നിട്ട് ഇത് വേഗം തീർക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഏത് കൈ കൊണ്ടാ കഴിക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പൊ ഏത് കൈയാണോ കിട്ടിയത് അതുകൊണ്ട് ഇങ്ങനെ വാരി വാരി ഉണ്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ വെണ്ണ. അങ്ങനെ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ വെണ്ണക്കണ്ണനായിട്ടിരിക്കുന്ന, വെണ്ണക്കുടവുമായിട്ടിരിക്കുന്ന നമ്മുടെ ഭഗവാന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.